സ്വർണ്ണ നിറമുള്ള എൻ്റെ ടീച്ചറും ഞാനും. ഇത് എൻ്റെ ആദ്യ അനുഭവമാണ്. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് പ്രോത്സാഹിപ്പിക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. ഞാൻ ബിരുദം 1-ാം വർഷം പഠിക്കുമ്പോഴുണ്ടായ ഒരു അനുഭവമാണ് എനിക്ക് വന്നു ചേർന്ന ഭാഗ്യം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഈ കഥയുടെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് എൻ്റെ ജീവിതം തന്നെയാണ്. എൻ്റെ താമസം ഒറ്റയ്ക്കാണ്. എൻ്റെ ചേട്ടനും ചേട്ടത്തി അമ്മയും ഗൾഫിലാണ്. ചേട്ടനും ചേട്ടത്തി അമ്മയ്ക്കും അവിടെ ഒരു കമ്പനിയിൽ ജോലിയുണ്ട്. അതുകൊണ്ട് തന്നെ ചേട്ടന് ഒരു കുട്ടിയുണ്ടായപ്പോൾ കുഞ്ഞിനെ നോക്കുവാനായി അച്ഛനും അമ്മയും ചേട്ടൻ്റെ കൂടെ ഗൾഫിലേക്ക് പോയി. ഇനി ഒരു വർഷം കഴിഞ്ഞേ അവർ വരൂ. ഇപ്പോൾ ഞാൻ വീട്ടിൽ ഒറ്റയ്ക്കാണ്. ഇതാണ് എൻ്റെ ആദ്യ അനുഭവത്തിന് പ്രധാന കാരണം. ഞാനും എൻ്റെ കോളേജിലെ തന്നെ ഞങ്ങളുടെ ഒരു ടീച്ചറും തമ്മിലുണ്ടായ ചില സംഭവ വികാസങ്ങളാണ് ഇവിടെ വിവരിക്കുന്നത്. ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ താൽക്കാലിക പോസ്റ്റിംഗ് ആയിട്ട് ഒരു ടീച്ചർ വന്നിട്ടുണ്ട്. ടീച്ചറുടെ വീട് കോട്ടയത്തായതുകൊണ്ടും ഡെയിലി പോയി വരവ് ബുദ്ധിമുട്ടുള്ളത് കൊണ്ടും ഇവിടെ തന്നെ ഒരു ഹോസ്റ്റലിലാണ് താമസം. ടീച്ചറെക്കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല ബോഡി ഷേപ്പുള്ള ബോഡിയാണ്. ആരെയും ആകർഷിക്കുന്ന ബോഡി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. 34, 25, 85 ആണ് ബോഡി ഘടന. കോളേജിൽ എപ്പോഴും സാരിയാണ് വേഷം. എന്നും കണ്ണുകൾ എഴുതി മുടി നല്ലവണ്ണം കെട്ടിവെച്ച് പൊട്ടുതൊട്ട് നല്ല ഐശ്വര്യമുള്ള മുഖത്തോടെയാണ് ടീച്ചർ കോളേജിലേക്ക് വരാറുള്ളത്. ആരെയും കൊതിപ്പിക്കുന്ന മുഖഭാവങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം. ആദ്യം കണ്ടപ്പോൾ തന്നെ ടീച്ചറെ ഞാൻ ശ്രദ്ധിച്ചിരുന്നു. പിന്നെ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റാണ് ടീച്ചർ എന്നറിഞ്ഞപ്പോൾ തുള്ളിച്ചാടുവാനുള്ള സന്തോഷമാണ് ഉണ്ടായത്. കാരണം എങ്ങനെയെങ്കിലും പുള്ളിക്കാരിയോട് സംസാരിക്കുവാൻ നോക്കിയിരിക്കുമായിരുന്നു ഞാൻ. ഇനിയിപ്പോൾ കാര്യങ്ങൾ ഒക്കെ സെറ്റ്. സംസാരിക്കുവാനുള്ള വഴി റെഡിയായി. പക്ഷേ ടീച്ചർ ഞങ്ങൾക്ക് ക്ലാസ് എടുക്കാത്തതിന് എനിക്ക് ഒരു അടി കിട്ടിയ ഫീലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങളുടെ സീനിയേഴ്സിനെ യാത്രയപ്പോൾ വരുന്നത്. ടീച്ചറാണ് പ്രോഗ്രാം ഇൻചാർജ്. ഞാനാണെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റിൽ എല്ലാത്തിനും മുൻപിലുള്ളത് കൊണ്ട് ടീച്ചേഴ്സ് എന്നെയാണ് എല്ലാം ഏൽപ്പിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ സ്റ്റുഡൻറ്റ് ഇൻചാർജാക്കി ടീച്ചേഴ്സ് പറഞ്ഞു. എനിക്ക് ഒരുപോലെ സന്തോഷവും സങ്കടവുമാണ് ഉണ്ടായിരുന്നത്. സങ്കടത്തിന് കാരണം കൂട്ടുകാരുടെ കൂടെ അടിച്ചു പൊളിച്ച് നടക്കാൻ പറ്റില്ല എന്നതുകൊണ്ടാണ്. പക്ഷേ ടീച്ചറുടെ കൂടെ സംസാരിക്കാൻ ചാൻസ് കിട്ടുമെന്നതാണ് സന്തോഷം. അങ്ങനെ ഞങ്ങൾ പരിചയപ്പെട്ടു. ആദ്യമൊക്കെ സംസാരം ഒഫീഷ്യൽ സ്റ്റൈലിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പ്രോഗ്രാമിനെ പറ്റിയൊക്കെ സംസാരിക്കൂ. പിന്നെ എൻ്റെ അവസ്ഥ അറിഞ്ഞിട്ടാകാം എന്നോട് കൂടുതൽ സംസാരിക്കുവാനും ഫ്രണ്ട്സിനെ പോലെ സംസാരിക്കുവാനും വാട്സപ്പിൽ ചാറ്റ് ചെയ്യാനൊക്കെ തുടങ്ങി. ആദ്യമൊക്കെ കോളേജിലെ കാര്യങ്ങളും പ്രോഗ്രാമിനെ പറ്റിയും ആയിരുന്നു ചാറ്റ്. പിന്നെ ഫാമിലി മാറ്റർ കടന്നു വന്നു. സത്യം പറഞ്ഞ പ്രോഗ്രാം കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ കട്ട ചങ്ക്സായി മാറി. ഫാമിലി കാര്യങ്ങളൊക്കെ പറഞ്ഞ് ചാറ്റ് അങ്ങനെ നീണ്ടുകൊണ്ടിരുന്നു. ഒരു ദിവസം ടീച്ചർ എന്നോട് ഹോസ്റ്റലിനെ ഫുഡിനെ പറ്റിയും റൂം ക്ലീനിങ്ങിനെ പറ്റിയും ഒക്കെ സംസാരിച്ചു. ഒരു തരത്തിലും ടീച്ചർക്ക് പറ്റുന്ന ഹോസ്റ്റലല്ലായിരുന്നു അത്. എന്നോട് ഇതൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, എന്നാൽ ടീച്ചർ ബാഗും കിടക്കയും എടുത്ത് ഇങ്ങോട്ട് പോന്നോളൂ. ഇവിടെ ഞാൻ മാത്രമല്ലേ ഉള്ളൂ. ഇവിടെ റൂം റെൻ്റൊന്നും വേണ്ട. പക്ഷേ സമയത്ത് ഭക്ഷണം കിട്ടണമെങ്കിൽ ടീച്ചർ തന്നെ കുക്ക് ചെയ്യേണ്ടി വരും. ഇത്രയും പറഞ്ഞ് അന്നത്തെ ചാറ്റ് ഞാൻ നിർത്തി കിടന്നുറങ്ങി. അടുത്ത ദിവസം സൺഡേ ആയിരുന്നതുകൊണ്ട് രാവിലെ വൈകിയാണ് തലപൊങ്ങിയത്. പിന്നെ നമുക്ക് ചോദിക്കാനും പറയാനും ആരും ഇല്ലല്ലോ. രാവിലെ തന്നെ ഫോൺ നോക്കുന്ന പരിപാടി ഉള്ളതുകൊണ്ട് ഞാൻ ഫോൺ എടുത്തപ്പോൾ കാണുന്നത് ടീച്ചറുടെ 10 മിസ്ഡ് കോൾ. ഞാൻ തിരിച്ചു വിളിച്ചു. എന്താ ടീച്ചറെ രാവിലെ തന്നെ വിളിച്ചേ? ടീച്ചർ, വന്ന് വാതിൽ തുറക്കടാ. ഞാൻ പകച്ചുപോയി. കാരണം ഞാൻ സ്വപ്നലോകത്തെത്തിയോ എന്ന് സംശയം തീർക്കാൻ ടീച്ചറുടെ അടുത്ത കോൾ തന്നെ വേണ്ടി വന്നു. ഞാൻ ഓടിപ്പോയി വാതിൽ തുറന്നു. ടീച്ചറെ അകത്ത് വിളിച്ചിരുത്തി ലിവിംഗ് റൂമിലിരുന്നു കുറച്ചു നേരം സംസാരിച്ചു. ഞാൻ പോയി ചായ എടുത്തു കൊണ്ടുവന്നു. ഞങ്ങൾ അത് കുടിച്ചു. ഞാൻ ടീച്ചർക്ക് റൂം ഒക്കെ കാണിച്ചു കൊടുത്തു. പിന്നെ എൻ്റെ വീടും. കാരണം ഇനി കുറച്ചുനാൾ ടീച്ചർ ഇവിടെ ഉണ്ടാകുമല്ലോ. അങ്ങനെ വീടൊക്കെ കണ്ടു. ഞങ്ങൾ മുകളിൽ ഹോം തിയേറ്ററൊക്കെ കാണിച്ചു കൊടുത്തു. വീട്ടിൽ ഒറ്റയ്ക്കായതുകൊണ്ട് വീട്ടിൽ പാചകം കുറവാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഭക്ഷണം കഴിക്കാൻ തീരുമാനിച്ചു. ടീച്ചർ ഉള്ളതുകൊണ്ട് ഞാൻ ഭക്ഷണം വാങ്ങിക്കുവാൻ പുറത്തു പോയി. തിരിച്ചു വന്നപ്പോൾ എന്നെ ഞെട്ടിപ്പിച്ചത് ടീച്ചറിൻ്റെ ഡ്രസ്സിങ് സ്റ്റൈലാണ്. ഇന്നലെ വരെ സാരി ഉടുത്തു കണ്ട ടീച്ചർ ഇന്ന് ഷർട്ടും ഷോർട്സിലും കണ്ടപ്പോൾ ഞാൻ കുറച്ചു നേരം നോക്കി നിന്നുപോയി.
ആദ്യമായി ടീച്ചറെ അങ്ങനെ കാണുന്ന എനിക്ക് കാമം ഉദിച്ചുയർന്നു. ഞാൻ കുറച്ചു നേരം അങ്ങനെ നിൽക്കുന്നത് കണ്ട് ടീച്ചർ ചോദിച്ചു, എന്താടാ നീ ഇങ്ങനെ നോക്കുന്നത്? ഇതിനു മുൻപ് എന്നെ കണ്ടിട്ടില്ലേ? ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷേ ഇതുപോലെ കണ്ടിട്ടില്ല. ടീച്ചർ ഞാൻ വാ വല്ലതും കഴിക്കാം. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. ചില ദിവസങ്ങൾ കുറേ നേരം സംസാരിച്ചിരുന്നത് പതിവായി. പുതിയ പുതിയ സിനിമയൊക്കെ ഒരുമിച്ചിരുന്ന് കാണലും പതിവായി. ഞങ്ങളുടെ സംസാരത്തിൽ പലപ്പോഴും ഡബിൾ മീനിങ് കയറി വരാറുണ്ടായിരുന്നു. പക്ഷേ സെക്സ് ഒന്നും സംസാരിച്ചിരുന്നില്ല കേട്ടോ. ഞാൻ ഇടയ്ക്ക് 1-2 ബിയർ വാങ്ങി വീട്ടിൽ വെക്കാറുണ്ടായിരുന്നു. ചില ദിവസങ്ങളിൽ ഒരു മൂഡ് തോന്നിയാൽ കുടിക്കാറുണ്ട്. അങ്ങനെ ഒരു ശനിയാഴ്ച ദിവസം എനിക്ക് ബിയർ അടിക്കണമെന്നുണ്ട്. പക്ഷേ ടീച്ചർ ഉള്ളപ്പോഴെങ്ങനെയാണ്? ടീച്ചർ സാധാരണ 2 ആഴ്ച ആവുമ്പോൾ വെള്ളിയാഴ്ച ടീച്ചറുടെ വീട്ടിലേക്ക് പോകുമായിരുന്നു. എന്നിട്ട് ഞായർ വൈകുന്നേരമേ തിരിച്ചു വരാറുള്ളൂ. പിന്നെ ടീച്ചർ 3-4 ആഴ്ച കൂടുമ്പോഴേ നാട്ടിലേക്ക് പോവാറുള്ളൂ. ഒന്നാമത് ഭയങ്കര ക്ഷീണവും പിന്നെ ചെലവും. അതുകൊണ്ട് ഞാൻ മെല്ലെ വൈകുന്നേരമായപ്പോൾ ഒരു ബിയർ എടുത്ത് റൂമിൽ കൊണ്ടുവച്ചു. എന്നിട്ട് മെല്ലെ തലവേദനയാണ്, ഞാനൊന്ന് കിടക്കട്ടെ എന്ന് പറഞ്ഞ് റൂമിലേക്ക് പോയി. അവിടുന്ന് സാവധാനം ബിയർ പൊട്ടിച്ച് മെല്ലെ അടി തുടങ്ങി. ബിയർ ഏകദേശം പകുതി ആയപ്പോഴേക്കും പെട്ടെന്ന് ടീച്ചർ റൂമിലേക്ക് കടന്നു വന്നു. ടീച്ചർ കുറച്ച് കഞ്ഞി ഉണ്ടാക്കി കൊണ്ടുവന്നതായിരുന്നു. പക്ഷേ റൂം തുറന്ന് എന്നെ കണ്ടപ്പോൾ കഞ്ഞിയുടെ ആവശ്യമില്ലെന്ന് ടീച്ചർക്ക് മനസ്സിലായി. ടീച്ചർ ചോദിച്ചു, നീ ബിയർ അടിക്കാറുണ്ടല്ലേ? ഞാൻ അറിഞ്ഞിരുന്നില്ല. ഞാൻ ടീച്ചർ, അത് പിന്നെ വല്ലപ്പോഴും ഒക്കെ. ഓക്കെ എന്നിട്ട് ഒറ്റയ്ക്കിരുന്നാണോടാ ബിയറടി? അത് കേട്ട് ഞാൻ ആകെ അന്താളിച്ചു പോയി. ഞാൻ ടീച്ചറോട് ചോദിച്ചു, ടീച്ചർ ബിയർ അടിക്കുമോ? ടീച്ചർ പറഞ്ഞു, ഞാൻ വീട്ടിൽ അടിക്കാറില്ല. പണ്ട് പഠിക്കുമ്പോൾ ഹോസ്റ്റലിലായപ്പോൾ അവിടുന്ന് ഫ്രണ്ട്സിൻ്റെ കൂടെ അടിക്കുമായിരുന്നു. ഇപ്പോൾ പോയി വാങ്ങാൻ ഒരു രക്ഷയുമില്ലല്ലോ. ഞാനെങ്ങനെ പോയി വാങ്ങും? അങ്ങനെ കുറേയായി കഴിക്കാതെ. ഇത് കേട്ട എൻ്റെ മനസ്സിൽ ലഡു പൊട്ടി. ഞാൻ ടീച്ചറോട് ചോദിച്ചു, ടീച്ചർക്ക് വേണോ? ഇവിടെ ഒന്നുകൂടെയുണ്ട്, വേണമെങ്കിൽ തരാം. ടീച്ചർ പറഞ്ഞു, ഉണ്ടേൽ എടുത്തോളൂ, ഒരു കൈ നോക്കാം. ഞാൻ പോയി അടുത്ത ബിയർ കൂടെ എടുത്തു. കുറച്ച് കടല ടച്ചപ്പായും. അങ്ങനെ ടീച്ചറും ഞാനും ചിയേഴ്സ് അടിച്ചുകൊണ്ട് ബിയറടി ആരംഭിച്ചു. ടീച്ചറുടെ കുറേ കുടുംബകാര്യങ്ങളും കോളേജിൽ പഠിച്ച കാലത്തെ കുറേ തമാശയുമെല്ലാം പറഞ്ഞു. സമയം പോയതറിഞ്ഞില്ല. ബിയർ കുറച്ച് സ്ട്രോങ് ആയതിനാൽ പകുതി കടിച്ചപ്പോഴേക്കും ടീച്ചർക്ക് കിക്കായി എന്ന് തോന്നുന്നു. ഇരുന്നിടത്തു നിന്ന് എഴുന്നേൽക്കാൻ ചെറിയ ബുദ്ധിമുട്ടുള്ള പോലെ തോന്നി. മാത്രമല്ല, ഒന്ന് കിക്കായപ്പോഴേക്കും ടീച്ചറുടെ ഡ്രസ്സൊക്കെ ചെറുതായി മാറിക്കിടന്നിരുന്നു. വീട്ടിൽ ചെറിയ ഒരു ബനിയനും കഷ്ടിച്ച് മുട്ടുവരെ എത്തിയ ഒരു പാവാടയുമായിരുന്നു ടീച്ചറുടെ വേഷം. ടീച്ചറുടെ മുട്ടിന് താഴെയുള്ള വെളുത്ത കാലും അതിലെ സ്വർണ്ണ പാദസരവും നല്ല മനോഹരമായ നഖങ്ങളെല്ലാം തന്നെ ഡാർക്ക് ബ്ലൂ കളർ നെയിൽ പോളിഷ് ഇട്ടിരുന്നു. കണ്ടാൽ ആരുടെയും കൺട്രോൾ പോകാൻ ഇത് മാത്രം മതി. ഇതെല്ലാം ഇത്ര അടുത്തു തന്നെ കണ്ടപ്പോൾ എനിക്ക് എന്തോ പോലെ തോന്നി. കൂടാതെ ടീച്ചർ എഴുന്നേൽക്കാൻ ശ്രമിക്കുമ്പോൾ മെല്ലെ നെഞ്ചിലെ ബനിയൻ മാറിപ്പോകുന്നതും അതിലൂടെ സ്വർണ്ണ നിറത്തിലുള്ള ഗോളങ്ങളുടെ പകുതി ഭാവവും എനിക്ക് കാണാമായിരുന്നു. ഇതെല്ലാം കൂടെ കണ്ടപ്പോൾ എനിക്കാകെ ഭ്രാന്ത് പിടിച്ച പോലെ തോന്നി. എനിക്ക് എന്ത് ചെയ്യണമെന്ന് പിടികിട്ടാതെയായി. ഞാൻ ടീച്ചറോട് ചോദിച്ചു, ഞാൻ എഴുന്നേൽക്കാൻ ഹെൽപ്പ് ചെയ്യണോ ടീച്ചറെ? ടീച്ചർ പറഞ്ഞു, വേണ്ടടാ, ഞാൻ എഴുന്നേറ്റോളാം. അത് കഴിഞ്ഞ് ടീച്ചർ എഴുന്നേൽക്കുവാൻ ശ്രമിച്ചു. പതിയെ ഒരു സൈഡിലേക്ക് മറിഞ്ഞു. ഞാൻ വേഗം പോയി താങ്ങി പിടിച്ചു. അങ്ങനെ ഞങ്ങൾ 2 പേരും കൂടെ ബെഡിലേക്ക് മറിഞ്ഞു വീണു. ടീച്ചർ എന്നെ പിടിച്ചു മാറ്റാൻ നോക്കുന്നുണ്ടെങ്കിലും അതിനുള്ള ശക്തിയൊന്നും ടീച്ചർക്ക് അപ്പോൾ കിട്ടുന്നില്ല. ബീറിൻ്റെ കിക്ക് തലക്കി പിടിച്ചതിനാൽ ആകെ കുഴഞ്ഞിരുന്നു. എനിക്കാണെങ്കിൽ ഇതെല്ലാം കണ്ടപ്പോഴേക്കും കൺട്രോൾ പോയി. ഞാൻ മെല്ലെ ടീച്ചറുടെ കവിളിലും മുഖത്തുമെല്ലാം കൈകൊണ്ട് ഒന്ന് തലോടി. ആദ്യം ടീച്ചർ എതിർത്തെങ്കിലും പിന്നീട് ടീച്ചർക്കത് സുഖിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ബീറിൻ്റെ ലഹരിയുടെ കൂടെ ടീച്ചർ ഇതും മെല്ലെ മെല്ലെ ആസ്വദിക്കുവാൻ തുടങ്ങി. അങ്ങനെ ഞാൻ മെല്ലെ മെല്ലെ എൻ്റെ കൈകൊണ്ട് എനിക്ക് തൊടാൻ ആഗ്രഹിച്ച എല്ലായിടത്തും ഞാൻ തൊട്ടു. ഞാൻ പിടിക്കാൻ ആഗ്രഹിച്ച എല്ലാം ഞാൻ പിടിച്ചാസ്വദിച്ചു. ടീച്ചറും നന്നായി ആസ്വദിക്കുന്നുണ്ടായിരുന്നു. നേരം ഇരുട്ടിയതൊന്നും ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല. എനിക്ക് ആദ്യത്തെ അനുഭവമായിരുന്നു അത്. ഞാനും വികാരം കൊണ്ട് പൊളഞ്ഞുപോയി. എന്നിട്ട് ടീച്ചർ പറഞ്ഞു, നിനക്ക് ഒന്നും അറിയില്ലല്ലടാ, ഞാൻ പറഞ്ഞു തരാം എല്ലാം. ഞാൻ ആകെ സ്വർഗം കണ്ടു എന്ന് തന്നെ പറയാം.
ഇതുപോലൊരനുഭവം ജീവിതത്തിൽ ആദ്യമായിട്ടാണ്. അങ്ങനെ കുറച്ചു നേരം കൊണ്ട് തന്നെ ഞങ്ങൾ രണ്ടുപേരും സംതൃപ്തരായി. ടീച്ചർ എൻ്റെ മുകളിൽ അങ്ങനെ തന്നെ കിടന്നു കുറച്ചു നേരം. ഇളം ചൂടുള്ള ടീച്ചറുടെ ശരീരം എൻ്റെ മേൽ അങ്ങനെ അമർന്നു കിടക്കുന്നു. നെഞ്ചിലും വയറിലും കാലിലും എല്ലാം തന്നെ ഒരു പ്രത്യേക സുഖം ഞാൻ അനുഭവിച്ചു. ഇതിൻ്റെ ക്ഷീണവും ബിയറിൻ്റെ ലഹരിയും എല്ലാം കൂടെ ആയപ്പോൾ ഞങ്ങൾ രണ്ടുപേരും അറിയാതെ ഉറങ്ങിപ്പോയി. കുറച്ചു കഴിഞ്ഞ് ഞാൻ കണ്ണു തുറന്നപ്പോൾ സമയം മൊബൈലിൽ നോക്കി. ഇപ്പോൾ 3 മണി. മൊബൈലിൻ്റെ വെളിച്ചത്തിൽ ഞാൻ തൊട്ടടുത്ത് കിടക്കുന്ന സ്വർണ്ണ നിറമുള്ള ശരീരം കണ്ടപ്പോൾ ശരിക്കും ഉള്ളതാണോ എന്ന് തന്നെ സംശയിച്ചു. അതിനുശേഷം ഞാൻ നന്നായൊന്ന് ആസ്വദിച്ചു കളിച്ചു. പണി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ആകെ ക്ഷീണിച്ചു സൈഡായി. അതുപോലെ തന്നെ ടീച്ചറും. അത് കഴിഞ്ഞപ്പോഴേക്കും ഞാനും ടീച്ചറും ഒന്നുകൂടെ ടീച്ചറുടെ നെഞ്ചിലേക്ക് തലവെച്ച് കെട്ടിപ്പിടിച്ച് അങ്ങനെ കിടന്നുറങ്ങി. പിന്നീടുള്ള കാലം എനിക്കെന്നും ആദ്യ രാത്രി പോലെ തന്നെയായിരുന്നു.